എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പുതുവത്സരത്തിലേക്കുള്ള സമാധാനവും അനുഗ്രഹങ്ങളും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് ആശംസിക്കുന്നു. വർഷങ്ങളായിട്ട് യൂട്യൂബിൽ കൂടിയും ഫേസ്ബുക്കിൽ കൂടിയും ദൈവത്തിൻ്റെ വചനങ്ങളെ യഥാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അങ്ങനെ ഓരോ വർഷങ്ങളും നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് നൽകുന്ന ശിഷ്ടമുള്ള വർഷങ്ങൾ, അതും ദൈവത്തിൻ്റെ വചനത്തിനു വേണ്ടിയും നമ്മുടെ അനുഗ്രഹത്തിനു വേണ്ടിയും പ്രവർത്തിക്കുന്ന സമയങ്ങളായി തീരുവാൻ ദൈവം എല്ലാവർക്കും ശക്തിയും കൃപയും വചനത്തിലുള്ള പരിജ്ഞാനവും നൽകട്ടെ എന്നും ആശംസിക്കുന്നു. ജീവിതത്തിൽ പലവിധമായ ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടെന്നുള്ളത് വളരെ വാസ്തവം തന്നെയാണ്. എത്രയോ നമ്മുടെ പ്രിയപ്പെട്ടവർ ഈ കഴിഞ്ഞ സമയങ്ങൾ വരെയും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. നമുക്ക് ജീവനും ശ്വാസവും നൽകിയിരിക്കുന്നു. ആ അനുഗ്രഹത്തിൻ്റെ പേരിൽ നമുക്ക് ഇഷ്ടമുള്ള സമയവും ദൈവത്തോട് നന്ദിയും കടപ്പാടും ഉള്ളവരായിരിക്കാം. വരുന്ന വർഷവും അങ്ങനെ മുഴുവൻ അനുഗ്രഹപൂരിതമായിരിക്കട്ടെ എന്ന് ആശംസിക്കുക. ഈ ലോകത്തിൽ പലവിധമായ തത്വശാസ്ത്രങ്ങൾ, പ്രത്യയശാസ്ത്രങ്ങൾ, പലവിധമായ കണ്ടുപിടുത്തങ്ങൾ, പല വിഷയങ്ങളിലുള്ള ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ, ഓരോരുത്തരുടെയും സങ്കല്പങ്ങൾ, ഇങ്ങനെ അനുദിനം പല വിഷയങ്ങൾ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നു. ആ കൂട്ടത്തിൽ കേട്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് 2026 നവംബർ 30 ലോകം അവസാനിക്കും എന്നാണ്. ഒരു മാസം അവിടെ കിട്ടുവാണെങ്കിൽ നമുക്ക് ഒരു വർഷം പൂർത്തിയാക്കാം. നവംബർ വരെയുള്ളൂ. ഇങ്ങനെയുള്ള പൊട്ടത്തരങ്ങളുമൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നു. പിതാക്കന്മാരും പ്രവാചകന്മാരും യേശുക്രിസ്തുവും അപ്പോസ്തലന്മാരും ഉപദേശിക്കാത്ത കാര്യങ്ങൾ ഇന്ന് പല കള്ളപ്രവാചകന്മാരും അജ്ഞാനികളും അന്ധവിശ്വാസികളും അവരുടേതായ ഡ്യൂട്ടി വളരെ വിരുദോടെ നിവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് യഥാർത്ഥമായ സത്യം എന്താണ് എന്ന് ഗ്രഹിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. നമുക്ക് ലഭിക്കുന്ന ആയുസ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് പറയുന്ന ഒരു സങ്കീർത്തന ഭാഗം നമുക്ക് ഒന്ന് പരിശോധിക്കാം. 90-ാം സങ്കീർത്തനമാണ്. ഈ 90-ാം സങ്കീർത്തനം എല്ലാവർക്കും കാണാപ്പാഠമായിരിക്കുന്ന സങ്കീർത്തനം തന്നെയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചും അത് ഉൾക്കൊള്ളുന്നതിലും അതിനെ പ്രവർത്തിക്കുന്ന കാര്യത്തിലൊക്കെ ആളുകൾ വളരെ പുറകോട്ട് തന്നെയാണ്. അതിൽ ചില വേദഭാഗങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാ. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. അപ്പം നമുക്ക് ലഭിക്കുന്ന ഈ ആയുസ്, അതിനെക്കുറിച്ച്, അതിൻ്റെ കാരണം, പാപത്തിൻ്റെ കാരണം, ദുരിതങ്ങളുടെ കാരണം എന്നുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഇതിൽ സംഗ്രഹിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ ഇതിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ആദാമിൻ്റെ വീഴ്ച മുതൽ മനുഷ്യരാശി ഇന്നുവരെ പൈതൃകമായി ലഭിച്ചിരുന്ന പാപത്തിൻ്റെയും തൽഫലമായ ശിക്ഷയായ മരണത്തിൻ്റെയും തിക്തഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇന്നും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ നാളുകളൊക്കെയും നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി. ഓരോ മരണവും ദൈവത്തിൻ്റെ കോപത്തെയാണ് വെളിപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ആയുസ് അത് സന്തോഷപൂർണമല്ല, അത് ദുഃഖവും ദുരിതവുമാണ്.
ആയുസിൻ്റെ കാര്യത്തിൽ പലർക്കും പല അളവിലാണ്. ചിലർക്ക് ഹ്രസ്വായുസാണ്, ചിലർക്ക് ദീർഘായുസുണ്ടായിരിക്കാം. ചില കുഞ്ഞുങ്ങൾ പിറന്നു വീഴുമ്പോഴേ മരിക്കുന്നു. മരണത്തിൻ്റെ ആ പരിണിത ഫലങ്ങൾ വ്യത്യസ്ത അനുഭവങ്ങളിൽ മനുഷ്യരാശിയുടെ ഇടയിൽ നടമാടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരു നെടുവീർപ്പ് പോലെ ഞങ്ങളുടെ ആയുഷ്കാലം കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. ഇപ്പോൾ 70ഉം 80ഉം ഒക്കെ പോയി ഇപ്പോൾ വെറും ശരാശരി 50-ന് താഴെയായി വന്നിരിക്കും. മനുഷ്യരാശിയെ പെട്ടെന്ന് മരണവും രോഗവും ബാധിക്കുന്നു. ഇപ്പോൾ ആയുസ്സിന് ആദ്യകാലത്തെന്ന പോലെ യാതൊരു ഉറപ്പുമില്ലാതെയായി തീർന്നിരിക്കുകയാണ്. മരണം ഏത് നിമിഷവും ആർക്കും സംഭവിക്കാവുന്ന അവസ്ഥയിൽ വളരെ പെട്ടെന്നാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് യഹോവയുടെ ക്രോധത്തിൻ്റെ ആധിക്യത്തെയാണ് അത് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. ഞങ്ങളുടെ ആയുഷ്കാലം 70, 80 അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ആളുകളുടെ വിചാരം പറന്നുപോവുക എന്ന് പറഞ്ഞാൽ ശരീരം മണ്ണിലേക്ക് പോകും, ആത്മാവ് അത് നൽകിയ ദൈവത്തെങ്കിലേക്ക് പോകുന്നു എന്ന് ആളുകൾ ധരിച്ചിരിക്കുന്നത്. ശരീരം മണ്ണിലേക്ക് പോകുന്നു, ആത്മാവ് പറന്നു പോകുന്നു. ശരീരത്തിന് ജീവന്റെ വ്യാപാരമാണ് ഒരു മനുഷ്യനെ ജീവനുള്ളവനാക്കി തീർക്കുന്നത്. ശരീരം വേർപെട്ട് കഴിഞ്ഞാൽ ജീവൻ ആയിട്ട് ഒന്നും ശേഷിക്കുന്നില്ല എന്നാണ് വേദപുസ്തകം പറയുന്നത്. അതിനെക്കുറിച്ച് പല വിഷയങ്ങളും നമ്മൾ വീഡിയോയിൽ എഴുതിയിട്ടുള്ളതാണ്. ഞങ്ങളുടെ ആയുസ് തീർന്നു, ഞങ്ങൾ പറന്നു പോകും. പറന്നുപോയ ഒരു വസ്തുവിനെ നമുക്ക് കാണാൻ പറ്റില്ല, നമ്മളിൽ നിന്നും മറഞ്ഞു പോയിരിക്കുന്നതെന്നാണ്. അപ്പോൾ മരണശേഷം ആത്മാവ് പറന്ന് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് പോയിരിക്കുന്നു എന്നെല്ലാം ഊഹാഭോഗങ്ങളും മിഥ്യാസങ്കല്പങ്ങളും ഇങ്ങനെ മനുഷ്യൻ വെച്ച് വിളമ്പിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അത് വേഗം തീരുകയും ഞങ്ങൾ നശിച്ചു പോവുകയും ചെയ്യുന്നു എന്നേ അതിൻ്റെ അർത്ഥമുള്ളൂ. ആത്മാവ്, മൃഗത്തിൻ്റെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, അല്ല മനുഷ്യൻ്റെ ആത്മാവ് മേലോട്ട് പോകുന്നുവോ, മൃഗത്തിൻ്റെ ആത്മാവ് കീഴോട്ട് പോകുന്നുവോ, രണ്ടിലും ശ്വാസമന്ത്രത്തിലെ രണ്ടിനും ഗതി ഒന്ന് തന്നെ. അത് മരിക്കുന്നത് പോലെ അവനും മരിക്കുന്നു എന്നാണ്. മരണത്തിൻ്റെ കാര്യത്തിൽ മനുഷ്യനും മൃഗമൊക്കെ ഒരുപോലെ തന്നെയാണ്. യുക്തിവാദികൾക്കും നിരീശ്വരവാദികൾക്കൊക്കെ ഈ വിഷയം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. ക്രിസ്ത്യാനികളും ദൈവവിശ്വാസികളും എന്ന് പറയുന്ന ആളുകളൊന്നും മരണം മനുഷ്യൻ്റെ അവസാനമാണെന്ന് സമ്മതിക്കുക. കാരണം അത് ആത്മാവ് ജീവിച്ചിരിക്കുന്നു എന്നുള്ള അബദ്ധധാരണയിൽ നിന്ന് പാരമ്പര്യമായി കിട്ടിയിരിക്കുന്ന ഒരു വിശ്വാസമാണ് എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ അത് വേഗം തീരുകയും ഞങ്ങൾ മരിച്ചു പോവുകയും ചെയ്യുന്നു. നിന്റെ കോപത്തിൻ്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഈ ഭൂമിയിൽ ലഭിക്കുന്ന ആയുസ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു സൂചന അവിടെ പറയും. ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ശക്തിയെ, നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഈ സംഭവ വികാസങ്ങൾ ഒന്നുകൊണ്ടും മനുഷ്യൻ ദൈവത്തിലേക്ക് തിരിയുന്നില്ല എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഈ കാലഘട്ടത്തിന് ഇടയിൽ ചില സങ്കല്പങ്ങളിൽ കൂടി കടന്നു പോകുന്നു എന്ന് മാത്രം. പക്ഷേ അത് പോരാ. എന്താണ് മനുഷ്യൻ ചെയ്യേണ്ടതെന്നാണ് 12-ാം വാക്യം പറയുന്നത്. ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണമെന്ന്. അപ്പം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആയുസ് ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കണം. ഓരോ മനുഷ്യനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്, ജ്ഞാനം പ്രാപിക്കുക. ഈ ലോകത്ത് അനേകം വിഷയങ്ങളെക്കുറിച്ചുള്ള ജ്ഞാനമുണ്ട്. ഭൗതിക ജ്ഞാനം, ആത്മീയ ജ്ഞാനം.
ആത്മീയ ജ്ഞാനം എന്ന് പറയുന്നതിൽ ഒരുപാട് സങ്കല്പങ്ങളും മിഥ്യാബോധങ്ങളും ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷെ മിഥ്യാബോധങ്ങളും സങ്കല്പങ്ങളും നമ്മളെ ജ്ഞാനിയാക്കുന്നതല്ല. ഭൂമിയിൽ മനുഷ്യനെ ജ്ഞാനിയാക്കുവാൻ തക്കതായ ഒരു ഗ്രന്ഥമേ ഉള്ളൂ, അത് വിശുദ്ധ വേദപുസ്തകം തന്നെയാണ്. അത് സ്ഥാപിക്കാനും സമർത്ഥിക്കുവാനും നമ്മൾ എപ്പോഴും തൽപരരാണ്. അപ്പം അതുകൊണ്ട് വിശുദ്ധ വേദപുസ്തകം ആകാശവും ഭൂമിയും അതിലുള്ള സകലവും സൃഷ്ടിച്ച യഹോവയെക്കുറിച്ചും അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെക്കുറിച്ചും യേശുക്രിസ്തുവിൽ കൂടെ മുഴുവൻ മനുഷ്യരാശിക്കും നൽകുവാൻ പോകുന്ന മഹാരക്ഷയെക്കുറിച്ചുമാണ് വേദപുസ്തകം ശൈപ്തികം പ്രതിപാദിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. അതല്ലാതെ കുറെ ഭൗതിക ജ്ഞാനങ്ങൾ നമ്മൾ സമ്പാദിച്ചുകൊണ്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ ആത്മീയമായ ജീവിതത്തിനും അഭിവൃദ്ധിക്കും അത് ഉതകുന്നതല്ല. ഭൗതിക ജ്ഞാനം എപ്പോഴും മനുഷ്യനെ ദൈവത്തിൽ നിന്നും ബൈബിളിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് പല വിഷയങ്ങളും നമുക്ക് സംസാരിക്കാനുണ്ട്. പക്ഷെ അത് ഇപ്പോൾ ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ജ്ഞാനമുള്ള ഒരു ഹൃദയമുണ്ടായിത്തീരുക എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ഈ ആയുസ്സിൽ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എല്ലാവരും വേദപുസ്തകം പഠിക്കുകയും യേശുക്രിസ്തുവിനെയും അവൻ്റെ പിതാവായ ദൈവത്തെയും കുറിച്ച് പരിജ്ഞാനമുള്ളവരായി തീരുകയും ചെയ്യണം. ഇങ്ങനെ പരിജ്ഞാനികളും പരിജ്ഞാനം ഇല്ലാത്തവരും മരിക്കുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ മരണത്തിൽ നിന്നുള്ള മോചനത്തിന് ഒരു സമയം ദൈവം കരുതി വച്ചിരിക്കുന്നുള്ള മഹാസത്യമാണ് വേദപുസ്തകം പറയുന്നത്. അങ്ങനെയുള്ള മഹാസത്യങ്ങളെക്കുറിച്ച് പറയുന്ന മറ്റൊരു ഗ്രന്ഥവും ഭൂമുഖത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ വചനത്തിൽ കൂടെയുള്ള ജ്ഞാനം പ്രാപിച്ചുകൊണ്ട് മുന്നേറുവാൻ നമുക്ക് നൽകുന്ന ആയുസ്സും സമയവും ഉതകട്ടെ. അതിനായിട്ട് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ എന്നും കൂടി പ്രാർത്ഥിക്കാം. മറ്റൊരു വാക്യം, വംശങ്ങളെ ജനങ്ങളെ നമ്മുടെ ദൈവത്തെ വാഴ്ത്തുവിൻ, അവൻ്റെ സ്തുതിയെ ഉച്ചത്തിൽ കേൾപ്പിക്കും. അവൻ നമ്മെ ജീവനോടെ കാക്കുന്നു, നമ്മുടെ കാലടികൾ വഴുതുവാൻ സമ്മതിക്കുന്നതുമില്ല. ഇത് ദൈവത്തിൻ്റെ ഭക്തന്മാരെ സംബന്ധിച്ചും കൂടിയുള്ള നിർണയമാണ്. യോന എന്ന് പറയുന്ന പ്രവാചകൻ അദ്ദേഹത്തോട് നിനവയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം കയറിയ കപ്പലിൽ ഉള്ള ആളുകൾ ചോദിച്ചു, നീ ഏത് ജാതിക്കാരനാണ്? നിന്റെ ദൈവം ഏതാണ്? നിന്റെ പേരെന്താണ്? നിന്റെ നാട് ഏതാണ്? എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ യോന കൃത്യമായിട്ട് ഉത്തരം പറയുന്നു, ഞാനൊരു എബ്രായൻ, കടലും കരയും ഉണ്ടാക്കിയ സ്വർഗീയ ദൈവത്തെ ഞാൻ പൂജിച്ചു വരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കൃത്യമായ ഉത്തരമാണ് യോന പറഞ്ഞത്. ഇന്ന് ഈ നൂറ്റാണ്ടുകളിലും യഥാർത്ഥമായി ദൈവം ആരാണെന്ന് മനസ്സിലാക്കാതെ മൃഗങ്ങളെ ദൈവമായിട്ട് ആരാധിക്കുന്നു, ബിംബങ്ങളെയും മരമുട്ടികളെയും ദൈവമായിട്ട് ആരാധിക്കുന്നു, സൂര്യേന്ദ്ര നക്ഷത്രാദികളെ വണങ്ങുന്നു. ഈ ഇങ്ങനെയുള്ള ആരാധനകൾ കൊണ്ട് ലോകം ഇന്നും വഷളായിരിക്കുകയാണ്. അപ്പം അതിൽ നിന്നും വ്യത്യസ്തമായി പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരിക്കുന്ന യഹോവയെക്കുറിച്ച് ഉള്ള അറിവിൽ നാം പരിജ്ഞാനപൂർണ്ണതയുള്ളവരായി തീരുക എന്നുള്ളതും നമ്മളെ സംബന്ധിച്ച് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണ്. അതാണ് യഹോവയെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരാൾ തിരിയുന്നുണ്ടോ എന്നുള്ളതാണെന്നോ. അപ്പൊ നമ്മൾ ഈ വിധത്തിലുള്ള തിരിച്ചറിവുകളിൽ കൂടി ദൈവത്തെ കണ്ടെത്തുവാനും യഥാർത്ഥമായ മനഃശാന്തി കണ്ടെത്തുവാനും ശിഷ്ടമുള്ള സമയവും എല്ലാവർക്കും ദൈവം ഇടവരുത്തലേക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വാക്കുകൾ അവസാനിപ്പിക്കും.